മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് കടന്നിരുന്നെങ്കിൽ ഇരിക്കുമായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്. ഞാനതിനെ എനിക്ക് തംസ് കൊടുക്കാൻ തോന്നുന്ന ഒരു കാര്യമാണത്. കാരണം മൂന്നാമത്തെ സ്റ്റാൻസ വന്നിരുന്നെങ്കിൽ അവരവിടെ ഇരുന്നിരുന്നെങ്കിൽ ആ പ്രതിഷേധത്തിന് ഭയങ്കര അർത്ഥങ്ങൾ ഉണ്ടാവും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉത്തരവിറക്കിയതാണ്, എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. ആ എക്സിക്യൂട്ടീവ് ഓർഡറിന് ഒരു തരത്തിലുള്ള ലീഗൽ ബൈൻഡിങ്ങും ഇല്ല. നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. പക്ഷേ ഇവിടെ ആർലേക്കർ വന്ന് അദ്ദേഹത്തിന്റെ ചടങ്ങുകളിലൊക്കെ അത് വേണം എന്നുള്ള നിർബന്ധം പിടിക്കുന്നു. നിർബന്ധം പിടിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിനോട് സഹകരിച്ചു പോകാന്നുള്ള അർത്ഥത്തിൽ ആദ്യത്തെ 2 സ്റ്റാൻസ അല്ലേ ചൊല്ലുന്നു. ഇന്ന് അത് കറക്റ്റായി, അത് ശരിയാണ്. ആ 2 സ്റ്റാൻസയിൽ ഒരു കുഴപ്പമില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ തീരുമാനിച്ചത് പ്രകാരം അങ്ങനെയാണ്. ആ 2 സ്റ്റാൻസ് മാത്രമേ പാടേണ്ടതുള്ളൂ, ദേശീയ ഗീതം എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് അത് നിയമസഭയിൽ ഇപ്പോൾ അത് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ എക്സിക്യൂട്ടീവ് ഓർഡർ വന്നത് സമീപകാലത്താണ്. അല്ലാതെ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഏതെങ്കിലും നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ വരുന്ന ഒരു ചടങ്ങിൽ അത് വേണ്ടി വന്നിട്ടില്ല. ഫെബ്രുവരിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് വേണ്ടി വരുന്നത്. ഇനി ചില വിവരമില്ലാത്ത ആരെങ്കിലും അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായില്ലല്ലോ, ഇപ്പൊ ഈ സർക്കാർ വി ഡി സതീശൻ സംഖ്യ ആയതുകൊണ്ടാണ് ഇപ്പോൾ വേണ്ടി വന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറയുകയാണ്, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തീരുമാനം വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവർണറും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നാഷണൽ ആന്തത്തിന് മുമ്പായിട്ട്, അതായത് ദേശീയ ഗാനത്തിന് മുമ്പായിട്ട് ഈ ദേശീയ ഗീതം ആലപിക്കണമെന്ന് വന്നത്. അത് മുഴുവൻ ആലപിക്കണം എന്ന് തന്നെയായിരുന്നു ഓർഡർ. പക്ഷേ അത് വേണ്ട, തൽക്കാലം അത്രയും മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു കെൽപ്പൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നതാണല്ലോ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു സംസ്ഥാന സർക്കാരിനുള്ള ശക്തി. അപ്പോൾ അത് വേണം. ഇന്നത് വളരെ കറക്റ്റായി തന്നെയാണ് പോയത്, സംശയമില്ല. മാത്രമല്ല, പ്രതിപക്ഷത്ത് നിന്ന് റിയാസ് ഇന്നൊരു കാര്യം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത സ്റ്റാൻസ് വായിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു, ഞങ്ങൾ അതിനോട് പ്രതിഷേധിച്ചിരിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞു. അത് വളരെ ശരിയാണ്. കാരണം അത് മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞു, ഇത് എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ പൊതുവിൽ എല്ലാവരും എഴുന്നേറ്റ സാഹചര്യത്തിൽ നമ്മൾ അത് പാലിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് കടന്നിരുന്നെങ്കിൽ ഇരിക്കുമായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്. ഞാനതിനെ എനിക്ക് തംസ് കൊടുക്കാൻ തോന്നുന്ന ഒരു കാര്യമാണത്. കാരണം മൂന്നാമത്തെ സ്റ്റാൻസ വന്നിരുന്നെങ്കിൽ അവരവിടെ ഇരുന്നിരുന്നെങ്കിൽ ആ പ്രതിഷേധത്തിന് ഭയങ്കര അർത്ഥങ്ങൾ ഉണ്ടാവും.